ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഏറ്റവും ആരോഗ്യപ്രദമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കൂടെ റിച്ച് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് റാഗിയാണ്. റാഗി എൻ്റെ കയ്യിലുള്ളത് മുഴുവനായിട്ടുള്ള റാഗി തന്നെയാണ്. അപ്പോൾ അത് ഞാനൊരു 1/2 കപ്പ് അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതാണ് ഉള്ളതെങ്കിൽ നമുക്കിതിന് പകരം കുതിർക്കുന്നതിന് പകരം അത് മിക്സ് ചെയ്താലും മതിയായിരിക്കും. ഇപ്പോൾ റാഗിയിലൊക്കെ നമുക്കറിയാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഫൈബറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ കണ്ടൻറ്റ് തന്നെ ഉള്ള ചെറുപയർ കൂടിയാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറുപയറും അതേ പാത്രത്തിൽ അതേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. സ്ഥിരമായി നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പോലെയല്ല, ഇത് വളരെ ഹെൽത്തിയാണ്. ഇപ്പം കൊളസ്ട്രോളും അതുപോലെ തന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് പകുതിയാവുന്നല്ല നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് ഞാൻ കുതിർക്കാനായിട്ട് വെക്കുന്നത്. ഇനി ഇത് മൂന്നും ചേർത്തതിന് ശേഷം നന്നായി 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. കാരണം റാഗിയിലൊക്കെ നല്ലപോലെ അഴുക്കും പൊടിയും മണ്ണുമൊക്കെ കാണും. അപ്പോൾ അത് നന്നായി ഒന്ന് കൈകൊണ്ട് തിരുമ്മി തന്നെ കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. അപ്പോൾ അത് കൊളസ്ട്രോളും ഷുഗറും ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ എല്ലിനും പല്ലിനും ഒക്കെ ബലക്കുറവുള്ളവർക്കും ഒക്കെ വളരെ റിച്ചായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഞാനിത് നന്നായി കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഓവർനൈറ്റ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി രാവിലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ രാവിലെ നമ്മുടെ കുതിർക്കാനിട്ട റാഗിയും അതുപോലെ ചെറുപയറും ഉലുവയും ഒക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് നന്നായി ഒന്ന് കഴുകി കൊണ്ടുവന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇനി അരച്ച് കഴിഞ്ഞാൽ ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് അരച്ചെടുത്താൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയാണ്. ഇനി ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ അടങ്ങിയത് കാരണം നമുക്ക് മുടിക്കും അതുപോലെ തന്നെ എല്ലിനും രക്തക്കുറവിനും ഒക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ശീലമാക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ റാഗിയിലെ കാൽഷ്യത്തിൻ്റെ അളവും വളരെ കൂടുതലാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കായാൽ പോലും നമുക്ക് നഖമൊക്കെ പൊട്ടിപ്പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതാണ്. അതിപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിലും റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കലക്കി ദോശ ചുട്ടെടുക്കാം. അത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. മാത്രമല്ല ഈ മാവ് പുളിച്ചു പോവാതെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും. ഈ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് 1 വീക്ക് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് എനിക്ക് പറ്റാറുണ്ട്. അപ്പം ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരല്പം നെയ്യൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് നെയ്യ് ഉപയോഗിക്കാൻ പറ്റാത്തവർ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തേക്കാം. അപ്പം നമ്മുടെ റാഗി ദോശ ഇവിടെ റെഡിയാണ്. റാഗി ദോശ എന്ന് പറയാൻ പറ്റില്ല, റാഗി ചെറുപയർ ചേർത്ത ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ എല്ലിനും പല്ലിനും എന്ന് പറഞ്ഞാൽ മാത്രമല്ല സ്കിന്നിൽ നമ്മുടെ ചുളിവുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതൊരു പരിധി വരെ സഹായിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരം ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ ഹെൽത്തിയാണ്. പിന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും
ഏറ്റവും നല്ലതാണ് കേട്ടോ. കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതെ ഒരു പരിധി വരെ തടയാനായിട്ട് നമ്മുടെ ചെറുപയറും റാഗിയും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നതിനോട് കൂടെ വളരെ റിച്ചായിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഈ ഒരു ദോശ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ് കേട്ടോ. തൊണ്ടോടുകൂടി തന്നെയാണ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 തണ്ട് മല്ലിയില, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളക്, ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് അരഞ്ഞ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്നിക്ക് എത്ര ലൂസാണോ ആവശ്യമുള്ളത് ആ അളവിലുള്ള വെള്ളം ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ദോശയ്ക്ക് കഴിക്കുന്ന ചട്നികളെക്കാളും വെറൈറ്റി ആണെന്ന് മാത്രമല്ല നല്ല അടിപൊളി റിച്ച് ടേസ്റ്റാണ് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണേ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഈ ഒരു ദോശയ്ക്കൊപ്പം എന്ന് മാത്രമല്ല ഏത് ദോശയ്ക്കൊപ്പം നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് മുമ്പ് ഒരല്പം നാരങ്ങാനീര് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ നമുക്ക് ഒരു മുറി നാരങ്ങാനീരൊന്നും വേണ്ട കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചട്നിക്ക് വേറൊരു സ്വാദ് തന്നെയാണ്. ഇപ്പോൾ കപ്പലണ്ടിയും നാരങ്ങാനീരും ഒക്കെ ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് ഊഹിക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് താളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണേ. ഇനി അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സാധാരണ താളിക്കാറുള്ള പോലെ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഈ ചട്നിയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തു പറയാൻ കാരണം ഈ ഒരു ചട്നിക്ക് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സാധാരണ നോർമൽ ദോശയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഇതൊന്ന് സൈഡ് ഡിഷായിട്ട് ഒന്ന് നിങ്ങളൊന്ന് സെർവ് ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് റിച്ച് ടേസ്റ്റാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് റാഗി ദോശയ്ക്കൊപ്പമാണ് ഇത് ഞാൻ സെർവ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ റാഗി ദോശ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റാഗിയും ചെറുപയറും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കൂട്ടി ഒന്ന് കഴിക്കുകയാണെങ്കിൽ വേറിട്ടൊരു സ്വാദ് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ദോശയും അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. കാരണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.